നമുക്കൊരു പാട്ട് കേട്ടാലോ? നമുക്ക് നല്ലൊരു പാട്ടുകാരി ഇന്നത്തെ ദിവസം പെരുന്നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗീതവും ഗസലും എല്ലാം ചേരുന്നതാണല്ലോ. ഗസൽ ഗായിക ഇംതിയാസ് ബീഗവും മകൾ സൈനുവും കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇംതിയാസ് ബീഗം ഒപ്പം സൈനു, നമുക്കൊപ്പം ഷുക്കൂർ വക്കീലുണ്ട്. അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടുപേർക്കും ഇംതിയാസ് ബീഗത്തിനും മകൾ സൈനുവിനും ഈദ് ഉൽ ഫിത്തർ ആശംസകൾ. ഈദ് മുബാറക്. ഈദ് മുബാറക്. ഈദ് മുബാറക്. മോള് ഇപ്പോൾ ഏത് ക്ലാസ്സിലായി സൈനു? ഞാൻ സിക്സ്ത്തില്. ഇപ്പോൾ സ്കൂളൊക്കെ പൂട്ടിയില്ലേ? സ്റ്റാൻഡേർഡില്. ഓ, എന്താണ് പെരുന്നാളിന്റെ ഇന്നത്തെ ദിവസം? ഫ്രണ്ട്സ് ഒക്കെ വരുമോ വീട്ടിലേക്ക്? എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെ ഉണ്ടോ ഇന്ന്? ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ആരും അമ്മയാണോ അതോ മകളാണോ ഒരു പാട്ട് പാടി തരിക? ഇംതിയാസ് ബീഗം. എന്നെ ചൂണ്ടിയ സ്ഥിതിക്ക് ഞാൻ തന്നെ പാടേണ്ടി വരും. അതെ, മോളുടെ ചോയ്സിന് നമുക്ക് വിടാം. അതെ, എനിക്ക് ഈ അവസരത്തിൽ ഇപ്പോൾ പാടാൻ എന്താ പറയുക, പാടാൻ താല്പര്യപ്പെടുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ മദ്രസയിലൊക്കെ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്, വളരെ പ്രശസ്തമായ ഒരു പാട്ട്, എത്തീമിന്നത്താണി എന്നുള്ള ഒരു പാട്ട്. പെട്ടെന്ന് എനിക്ക് അതാണ് ഓർമ്മ വന്നത്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അത് പാടാറില്ല, അതുകൊണ്ട് അത് ആ പാട്ട് പാടാണ്. എത്തീമിന്നത്താണി ഏകിക്കൊണ്ടത്താഴം എത്തിക്കുന്നോർക്കല്ലാ വർഷിക്കും സഹായം. മുത്ത് റസൂലിൻ്റെ മൊഴികളറിഞ്ഞുള്ള മുത്തക്കിങ്ങൾക്കാണ് സ്വർഗത്തിലെത്താഴം. ഓക്കെ, അപ്പോ സ്വർഗത്തിൽ അത്താഴം കിട്ടണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് അടുത്ത വലിയ ഓർമ്മയില്ല. അതെ, ഷുക്കൂറൊക്കിൽ അതേക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. കാരണം സ്വർഗത്തിൽ അത്താഴം കിട്ടണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ ഒരുപാട് നന്മകൾ ചെയ്യേണ്ടതുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് ധനവും ധാന്യവും അടക്കം എല്ലാം എത്തിക്കുക എന്നതുകൂടിയല്ലേ ഷുക്കൂറൊക്കിലെ? തീർച്ചയായും നമ്മുടെ നന്മകളാണ് ഈ സ്വർഗം എന്ന് പറയുന്ന കോൺസെപ്റ്റ്. എല്ലാ വിശ്വാസങ്ങളുടെ കൂടെ ചേർന്നൊരു സംഗതിയാണ്. അത് യാഥാർത്ഥ്യമാണോ സങ്കല്പമാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരു സംഗതി, നമ്മൾ ഈ സങ്കല്പങ്ങളൊക്കെ നമ്മൾ സ്വരൂപിച്ച് വെക്കുന്നത് നല്ല മനുഷ്യരാകുക എന്നുള്ളതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യത്തിൻ്റെതാണ്. നമ്മുടെ നന്മ എന്ന് പറയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്ന സഹജീവികളായ മനുഷ്യരോട് സ്നേഹം കാണിക്കുക, അവരുടെ സൗഹാർദ്ദം കാണിക്കുക, അവരുടെ വെറുപ്പുണ്ടാക്കാതിരിക്കാതെ മാത്രമാണ്. തീർച്ചയായും സ്വർഗം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ നടക്കേണ്ടത് നന്മ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം. ഒരാളെ ഉപദ്രവിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആൾക്കാരെ അപഹസിച്ചുകൊണ്ടല്ല നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുക. സ്നേഹത്തെക്കുറിച്ചും സൗഹാർദ്ദത്തെക്കുറിച്ചും ഈ പെരുന്നാൾ ദിനത്തിൽ എല്ലാവരോടും സൗഹാർദ്ദത്തോടെയും സ്നേഹത്തെയും ഓടെയും ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർഗസങ്കല്പം, സ്വർഗം എന്ന് പറയുന്ന സ്വർഗത്തിലെ നമ്മുടെ എല്ലാ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ളൊരു സംഗതിയാണ് സ്വർഗം എന്ന് പറയുന്നത്. ആ സ്വർഗം എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് നമ്മൾ നിരന്തരം വരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനുഷ്യരുടെ നന്മയിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യം കൊണ്ട് വെച്ച് മാത്രമാണ്. അല്ലാണ്ട് അത് ആരെങ്കിലും ഉപദ്രവിച്ചുകൊണ്ടോ ആരുടെങ്കിലും ജീവിതത്തെ ആകെ ദുരിതപൂർവ്വമായിക്കൊണ്ടോ നമുക്ക് സ്വർഗത്തിൽ, അതായത് ഭൂമിയിൽ തിന്മ ഇല്ലാതാകാൻ വേണ്ടിയാണ് നന്മയ്ക്കൊരിടമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്വർഗം നരകം എന്നൊക്കെ പറയുന്നത് തന്നെ. അപ്പോൾ നല്ലത് മാത്രം ചെയ്യുക, അതുകൊണ്ടാണ് ഈ ഹറാമായത് ചെയ്യരുത് എന്ന് ഇങ്ങനെ ആവർത്തിച്ച് മതപണ്ഡിതരൊക്കെ ഇസ്ലാം മത വിശ്വാസികളോട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നത്. നമുക്കപ്പോൾ മോൾ സൈനുവിൻ്റെ ഒരു പാട്ടുകൂടി കേൾക്കണ്ടേ? സൈനു ഏതൊക്കെ തരം പാട്ടുകളാണ് പാടുന്നത്? ഉമ്മയെ പോലെ ഗസലാണോ താല്പര്യം? ഇല്ല, ഞാൻ കൂടുതൽ വെസ്റ്റേൺ ആണ് പാടാറുള്ളത്. അപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ? യെസ്. देखो देखो जैसे, सॉरी, देखो देखो कैसे बातें यहाँ की है, साथ पर साथ ना भी क्या इतनी आवाज में. देखो देखो जैसे मेरे इरादे वैसे कहाँ तेरे यहाँ थी, हाँ कितने नादान में.
ഓക്കെ, അപ്പോൾ മോളുടെ പാട്ട് നന്നായി. നമുക്ക് ഒരു ഗസൽ എന്തായാലും കേൾപ്പിക്കാതെ ഇംതിയാസിനെ വിട്ടു കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്നോട് എനിക്ക് മാപ്പ് തരില്ല, ഷുക്കൂർ വക്കീലും മാപ്പ് തരില്ല. അപ്പോൾ നമുക്കൊരു ഗസൽ കേൾക്കാം, എനിക്കും നമ്മുടെ പ്രേക്ഷകർക്കും ഷുക്കൂർ വക്കീലിനും വേണ്ടി ഈ പെരുന്നാളിന്. ഈ പെരുന്നാളിന് നമുക്ക് ഗസൽ ചക്രവർത്തി എന്നറിയപ്പെടുന്ന മെഹദി ഉസ്താദിൻ്റെ ഒരു ഗസൽ പാടാം. സാധാരണ നമ്മൾ ഹാർമോണിയൊക്കെ എടുത്തിരുന്നിട്ടാണ് പാടാറുള്ളത്. ഞാൻ തീരെ പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന് പാടാണ്. സെയിനും അതേപോലെ, സെയിനും ഗിറ്റാർ വായിച്ച് പാടുന്ന ആളാണ്. പക്ഷേ പെരുന്നാൾ പ്രമാണിച്ച് നെയിൽ ആർട്ടൊക്കെ ചെയ്ത് നഖം വളർത്തിയോണ്ട് ഗിറ്റാർ വായിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് പ്ലെയിനായിട്ട് ഇങ്ങനെ പാടിയിടുന്നത്. रंजिशी सही दिल ही दुखाने के लिए रंजिशी सही भी से मुझे छोड़ के जाने के लिए रंजिशी सही. എന്തായാലും ശ്രുതിപ്പെട്ടി ഇല്ലെങ്കിലും ഗസലും ഒട്ടും മോശമായിട്ടില്ല അല്ലേ ഷുക്കൂർ വക്കീലേ? തീർച്ചയായും രണ്ടുപേരും വളരെ ഭംഗിയായി മനോഹരമായി പാടി. ഈ ദിവസത്തേക്ക് നല്ല എനർജിയാണ് അവർ രണ്ടുപേരുടെയും പാട്ടുകൊണ്ട് നമുക്ക് കിട്ടുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂർ വക്കീൽ സിനിമയിൽ അഭിനയിക്കും, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമാണ്. ഈ അഭിനയവും എഴുത്തും അതുപോലെ തന്നെ തമാശ പറച്ചിലും ഒക്കെ മാത്രമേ ഉള്ളൂ. തമാശയുണ്ടെന്നാണ് എനിക്ക് സംഭാഷണമൊക്കെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ എഴുത്തൊക്കെ കാണുമ്പോഴൊക്കെ തോന്നാറുള്ളത്. അതിനപ്പുറം ഒരു കലാപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളിൽ അങ്ങനെ ഒരു താല്പര്യം തോന്നിയിട്ടുണ്ടോ? അഭിനയമല്ല അല്ലാതെ? ഇല്ല, അല്ലാതെ ഒരു കാര്യം എനിക്കറിയില്ല. ഞാൻ ഈ സിനിമ ഡയലോഗ് പോലും കൃത്യമായി തെറ്റാതെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ നേരത്തെ അഭിനയിച്ച സിനിമയിലെ ഡയലോഗുകൾ പറയാൻ ചിലപ്പോൾ ആൾക്കാർ പറയുമല്ലോ പല സ്ഥലങ്ങളിൽ പോയാലും. എനിക്കത് പറ്റാറില്ല. പിന്നെ ഞാൻ അഭിനയിക്കാൻ മാത്രമേ അറിയൂ. എനിക്ക് അഭിനയം തന്നെ എനിക്ക് തോന്നുന്നത് അഭിഭാഷകൻ എന്ന നിലയിൽ കിട്ടിയ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മോൾഡ് ചെയ്ത് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് പാട്ടുകാരിയെ കൂടെ തന്നെ ഒരു പാട്ട് കൂടി പാടിപ്പിക്കാം. രണ്ടുപേരും കൂടി പാടുന്ന എന്തോ സുജയ പൊറാട്ട് നാടകത്തെ കുറിച്ച് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. ഏതായാലും ആ സുജയുടെ കമന്റ് കൊണ്ട് കുറച്ചും കൂടി ആൾക്കാർ ആ സിനിമ കാണാൻ സാധ്യത. OTT ഉണ്ടല്ലോ, പൊറാട്ട് നാടകം OTT-യിലുണ്ട്. OTT-യിൽ ഇപ്പോഴും അവൈലബിൾ ആണ്. അതെ ഉണ്ട്, OTT-യിലുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും എല്ലാവരും കാണട്ടെ. സിനിമകൾ കണ്ടിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്നൊക്കെയുള്ള ആ ഡയലോഗ് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. തീർച്ചയായും നമ്മുടെ അതെ എല്ലാ സിനിമയും എല്ലാവരും കാണട്ടെ. നമ്മൾ അനാവശ്യമായ സിനിമയുടെ മേലെ സെൻസറിങ് നടത്തേണ്ട കാര്യമില്ല. പക്ഷേ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രാജ്യത്തിന് ഐക്യവും അഖണ്ഡതയും തകർക്കുന്ന രീതിയിൽ, സാമുദായിക സൗഹാർദ്ദം തകർക്കുന്ന രീതിയിൽ, മനുഷ്യർക്കിടയിൽ ഭിന്നത ഉണ്ടാക്കുന്ന രീതിയിലുള്ള സിനിമ എടുക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം സിനിമാ പ്രവർത്തകർ കാണിച്ചാൽ മതി. നമ്മൾ എല്ലാത്തിലും ഒരു കരുതൽ വേണം. നമുക്ക് എല്ലാത്തിനും ഒരു പരിധിയുണ്ടല്ലോ. അപ്പോൾ ആ കരുതലോടുകൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഫിലിം മേക്കേഴ്സ് ഉള്ള, ഏറ്റവും നല്ല കലാകാരന്മാരുള്ള ഇടമാണ് നമ്മുടെ കേരളം. അപ്പോൾ കലയെക്കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇനിയും ഒരു പാട്ടുകൂടി പാടിപ്പിച്ച് നമുക്ക് ഇന്നത്തെ ഈ ഒരു സംഭാഷണം അവസാനിപ്പിക്കാം. ഷുക്കൂർ വക്കീൽ ഇനിയിപ്പോൾ സിനിമയുടെ ചിത്രീകരണത്തിലേക്ക് കിടക്കണം. അതുപോലെ തന്നെ സൈനമോൾക്ക് കൂട്ടുകാരൊക്കെ വരുമ്പോഴേക്കുള്ള ആഘോഷങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് എന്താണ് അവിടെ വിഭവങ്ങൾ? ഇംതിയാസ് ബീഗത്തോട് ഞാനത് ചോദിച്ചില്ല. ഇന്ന് ഉച്ചയ്ക്ക് എന്താണ് സ്പെഷ്യൽ? ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി, പിന്നെ കുറേ ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവരിലൊരാൾ പായസം ഉണ്ടാക്കി കൊണ്ടുവരും. എല്ലാം കൂടി എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ഞാൻ കുക്കിങ്ങിൽ അത്ര വലിയ എക്സ്പേർട്ട് അല്ല. അതുകൊണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദിവസം ഒന്നിച്ച് കൂടാം, ഒരു പാട്ട് കൂടി ആവാം. ഒരു പെരുന്നാൾ പാട്ട് വേണം. എനിക്കിപ്പോഴും പെരുന്നാളായതുകൊണ്ടാന്ന് തോന്നുന്നു എനിക്ക് മാപ്പിളപ്പാട്ട് മാത്രമേ മനസ്സിൽ വരുന്നുള്ളൂ. അതെ, നമുക്കൊരു പെരുന്നാൾ പാട്ട്. മാപ്പിളപ്പാട്ടില്ലാതെ നമുക്ക് എന്താ ആഘോഷം? പെരുന്നാൾ പാട്ടൊന്നും പെരുന്നാൾ കണക്ട് ചെയ്യുന്ന ഒരു പാട്ട് പാടാവോ? ഒരു സജഷൻ കൊടുക്ക. പാട്ട് പറയാമല്ലോ, പാട്ട് പാടാൻ അറിയില്ലെന്നല്ലേ ഉള്ളൂ ഷുക്കൂർ വക്കീലിന്. പെരുന്നാൾ പാട്ട് എനിക്ക് വലിയ പിടിയില്ല കേട്ടോ. അല്ലാതെ എന്താ പറയാ, ഇഷ്ടമില്ല പാട്ട് പാട്. കണ്ടോ, പറയുന്ന കേട്ടില്ലേ, കുട്ടി പാടൂ പാടൂന്നേ. ഭയങ്കര മനോഹരമായ പാട്ടുകൾ.
പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാനൂത്ത് പൂവൊത്ത ഫാത്തിമ സുഹറാക്കുള്ളിൽ കുഴലൂത്ത് കണ്ണാടി കവിളത്ത് ബീവിക്കുണ്ടൊളി മത്താപ്പ് കാനോത്ത് രാവിനായി നീലാകാശമേലാപ്പ് ഫാത്തിമുലമ്മിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിനാട് ഫാത്തിമുലമ്മിയ മുത്ത് മുഹമ്മദിൻ ഫാത്തിമ ബീവിതൻ കാനോത്തിനാട് പുന്നാര മെഹമൂദിൻ പൂമണി മോളുടെ കാനോത്ത് പൂവൊത്ത ഫാത്തിമ സുഹറാക്കുള്ളിൽ കുഴലൂത്ത്. അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഇംതിയാസ് ബീഗം, ഒപ്പം മോള് സൈനു ഇനി പഠിച്ച് ഒരുപാട് മിടുക്കിയാവട്ടെ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് നല്ലൊരു കൈയടി, ഷുക്കൂർ വക്കീലിൻ്റെ കൈയടി തന്നു, ഞാൻ ഇവിടെയും കൈയടിച്ചിട്ടുണ്ട്, പ്രേക്ഷകർ കൈയടിക്കുന്നുണ്ടാവും. അപ്പോൾ ഒത്തിരി സന്തോഷം ഷുക്കൂർ വക്കീലെ, ഒപ്പം ഇംതിയാസ് ബീഗം, സൈനു നമുക്കൊപ്പം ഈ പെരുന്നാൾ ദിനത്തിൽ അതിഥിയായി ചേർന്നത്. എല്ലാ റിപ്പോർട്ടിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഈദ് ആശംസകൾ. എല്ലാവരും ഗംഭീരമായി ഈദ് ആഘോഷിക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അസ്.